യൂജിൻ പോളിയെ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. ആശുപത്രിയിൽ പ്രവേശിച്ച് സർജറിക്കൊക്കെ ശേഷം അയാൾ തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് ഡെയിലി ഹാബിറ്റ്സിൽ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, കഴിക്കുന്നു, പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുന്നു, തിരിച്ചു വരുന്നു, എല്ലാം നടക്കുന്നുണ്ട്. ഒരു കാര്യം ഒഴികെ, ഒരു കാര്യം അയാൾ മറന്നുപോയി, സ്വന്തം ഭാര്യയെ. എന്തുകൊണ്ടായിരിക്കും ഡെയിലി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓർക്കുകയും സർജറിക്ക് ശേഷം സ്വന്തം ഭാര്യയെ മറന്നു പോവുകയും ചെയ്തത്? എക്സാക്ട്ലി, ദിസ് ഈസ് പവർ ഓഫ് ഹാബിറ്റ്സ്. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളില്ലേ, നമ്മുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് സർവൈവൽ മെക്കാനിസവുമായി ബന്ധപ്പെട്ടാണ്. മറ്റു കാര്യങ്ങൾ മറന്നുപോയാലും ഇത് മറന്നു പോകുന്നില്ല എന്നതാണ്. നമ്മൾ ചെയ്യുന്ന 40% ടാസ്കുകളും ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. അത് നല്ലതോ മോശമോ എന്നൊന്നും നോക്കാതെ നമ്മളിങ്ങനെ ചെയ്തു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മോശം ഹാബിറ്റ് നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെതിരെ ഫൈറ്റ് ചെയ്യാതിരിക്കുക. എന്താ ചെയ്യാമെന്നറിയോ? നമ്മൾ ആ ഹാബിറ്റിനുണ്ടാകുന്ന ആ ഹാബിറ്റ് ട്രിഗർ ചെയ്യുന്ന ഒരു കാരണത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അതൊരു സ്ഥലമോ പ്ലേസോ എന്തും ആകാം. അപ്പോൾ ഒരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ, ഒരു ഫ്രണ്ട് സിഗരറ്റ് വലിക്കാൻ വിളിക്കുന്ന സമയം ഞാൻ എന്ത് ചെയ്യുക? ഐ ട്രൈ ടു ഡൂ സം അതർ തിങ്സ്. ഞാൻ വേറെ എന്തെങ്കിലും ഒരു മിഠായി വായിലിടുന്നതോ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ്. സോ ഹാബിറ്റ്സ് ആർ റിയലി പവർഫുൾ. അപ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യാതെ ഈ ക്യൂസിനെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് ചെയ്യുന്നത്. ഹാപ്പി ലേണിംഗ്.